ഹായ് ഓൾ, വെൽക്കം ടു ദ ഈസി കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പോട്ടിലേക്ക് 750 ml മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ മിൽക്ക് ബോയിലായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മിൽക്ക് നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റർഡ് പൗഡർ കുറച്ചായി ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം മിൽക്ക് നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 2-3 മിനിറ്റ്സ് ബോയിൽ ചെയ്ത ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കസ്റ്റർഡ് മിൽക്ക് മാറ്റി വെച്ച ശേഷം നമുക്കിനി അതിലേക്ക് വേണ്ട അടുത്ത മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം എടുക്കാം. ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമുക്കിതിന് വേണ്ട ബ്രെഡ് റെഡിയാക്കാം. അപ്പോൾ നമ്മളുടെ പുഡിങ്ങിന് വേണ്ടി ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. ഇനി ഈ ബ്രെഡ് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം ബൗളിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബ്രെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച് കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് മിക്സ് ലെയർ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മിക്സഡ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയർ കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റർഡ് മിക്സ് ചേർത്ത് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ നട്ട്സ് കൂടെ ചേർത്ത് ലെയർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളിവിടെ 2 മണിക്കൂറിന് ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്